This call is now being recorded. Hello, my dear students. Today we are discussing about the leasing contract. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് കൊമേഴ്സ്യൽ ബാങ്കിങ് എന്നുള്ള സബ്ജക്റ്റിലെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീസിംഗ് കോൺട്രാക്റ്റ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്, അതിൻ്റെ തുടക്കം. അപ്പോൾ ലീസിംഗ് കോൺട്രാക്റ്റിന് പറയുന്ന ഇസ്ലാമിക് ബാങ്കിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഇജാറ അഥവാ ലീസിംഗ് കോൺട്രാക്ട്. Ijara means to transfer the usufruct of a particular property to another person in exchange for a rent claimed for it. നമ്മുടെ സാധാരണ ലീസിംഗ് തന്നെയാണ് ഇജാറ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലീസിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഉപയോഗം മാത്രമാണ് കൊടുക്കുന്നത്, പ്രോഡക്റ്റിന്റെ ഓണർഷിപ്പ് നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് to transfer the usufruct of a particular property to another person. Then അതിന് പകരമായിട്ട് in exchange for a rent claimed from him. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അയാൾ തിരിച്ചൊരു റെന്റ് കൊടുക്കും. അതാണ് ലീസിങ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഇജാറ എന്നുള്ളതിൽ പറയുന്നു. Then the only difference between ijara and sale is that in the later the corpus of property to the buyer, while in ijara the corpus of property remains the transfer, but the only usufruct, that is right to use, is transferred to lessee. അപ്പോൾ സെയിലും ഇജാറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, in case of sale, after exchanging our product to the buyer, the ownership is transferred. But in case of ijara, the ownership will not be transferred. Only the usufruct is transferred to the buyer or to the lessee, and the corpus of property or the ownership of property remains the transferor. അപ്പോൾ ഓണറിൽ നിന്നും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ പേരിലാണ് പ്രോപ്പർട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാവുക. അതൊരിക്കലും ഇല്ല. Then the term ijara is derived from the root word ajr. ഇജാറ എന്നുള്ളത് അജ്ർ എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. Then which means reward or wages for work done or service rendered. അപ്പൊ അജ്ർ എന്നുള്ള ഒരു അറബിക് വേർഡാണ്, അതിൽ നിന്നാണ് ഇജാറ എന്ന് വന്നിട്ടുള്ളത്. അജ്ർ എന്നുള്ളതിന്റെ മീനിങ് ആണ് പറയുന്നത് റിവാർഡ് ഫോർ വർക്ക് ഡൺ ഓർ ദ വേജസ് ഫോർ ദി സർവീസ് റെൻഡേർഡ്. ആ ടേമിൽ നിന്നാണ് ഇജാറ വന്നിട്ടുള്ളത്. So in the financial world, ijara is a bilateral contract involving transfer of the use of an asset for an agreed period for a consideration. It involves two parties, the lessor or muajir, who is the owner of the asset, and the lessee or mustajir, who uses the asset. അപ്പോൾ ഏതാണെങ്കിലും ഈ ലീസിംഗ് അഥവാ ഇജാറ എന്നുള്ളത് ഒരു ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. എന്താ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? യൂണിലാറ്ററൽ കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വൺ വേ കോൺട്രാക്ട് ആണ്. ഒരു സൈഡിലേക്ക് മാത്രം, ഇവിടുന്ന് അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാത്രം. എന്നാൽ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ കോൺട്രാക്ട് ആണ്. ഒരു കോൺട്രാക്ട് അങ്ങോട്ടും അതേപോലെ അതിന് പകരമായിട്ട് തിരിച്ചൊന്നിങ്ങും. അപ്പൊ ഇവിടെ ഇജാറ അല്ലെങ്കിൽ ലീസിംഗ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. ഈ ബൈലാറ്ററൽ കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി അഥവാ ട്രാൻസ്ഫറർ, അല്ലെങ്കിൽ ലീസിംഗിൽ പറയുകയാണെങ്കിൽ ലെസ്സർ, അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ പ്രോഡക്റ്റ് ലെസ്സി അഥവാ യൂസർ, അയാൾക്ക് യൂസ് ചെയ്യുന്ന വ്യക്തി ആരാണ് അയാൾക്ക് കൊടുക്കുന്നു, പ്രോഡക്റ്റ് കൊടുക്കുന്നു, അസറ്റ് കൊടുക്കുന്നു. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ, ഉപയോഗിക്കേണ്ട കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കും. അപ്പൊ ആ ഉപയോഗിക്കുന്ന സമയത്തിന് ഒരു കൺസിഡറേഷൻ ഈ ഉപയോഗിക്കുന്ന വ്യക്തി ട്രാൻസ്ഫറർക്ക് കൊടുക്കും, അഥവാ പ്രോഡക്റ്റിന്റെ അസറ്റിന്റെ ഓണർക്ക് കൊടുക്കും. അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ടു പാർട്ടീസ്. ഇൻ കേസ് ഓഫ് ലീസിംഗ് ഇറ്റ് ഈസ് ലെസ്സർ ഓർ ട്രാൻസ്ഫറർ,
and second one lessee or transferee. And in case of the ijara, the term muajir is used instead of lesser. അപ്പോൾ ഓണർ അഥവാ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേര് മുആജിർ. അയാളാണ് ആ പ്രോഡക്റ്റിന്റെ ഓണർ അല്ലെങ്കിൽ അസറ്റിന്റെ ഓണർ. ദെൻ ദി ലെസ്സി ഓർ മുസ്തജിർ ഹു യൂസസ് ദി അസറ്റ്. അപ്പൊ ആരാണോ ഉപയോഗിക്കുന്നത് അയാളെ പറയുന്ന പേരാണ് മുസ്തജിർ. ഓക്കെ. Then the owner of the object temporarily transfers its usufruct to the lessee for the agreed period, and the lessee should be able to derive benefit it without consuming it. അപ്പൊ ഈ ഇജാറ എന്ന കോൺട്രാക്റ്റിലൂടെ ലെസ്സർ ഈ അസറ്റ് ലെസ്സിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു, അദ്ദേഹത്തിന് അത് യൂസ് ചെയ്യാം വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദി ഓണർഷിപ്പ്. ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് ഹി വാണ്ട് ടു റിട്ടേൺ ഇറ്റ്. അപ്പോൾ ഒരു നിശ്ചിത കാലാവധിക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ലെസ്സർ ലെസ്സിക്ക് കൊടുക്കും. ലെസ്സിക്ക് അത് യൂസ് ചെയ്യാം, അയാൾക്ക് അതിന്റെ ഓണർഷിപ്പ് ഇല്ല എങ്കിലും അത് ഉപയോഗിക്കാം. ദെൻ ആ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും അയാൾക്കുള്ളതാണ്, ലെസ്സിക്കുള്ളതാണ് എന്നർത്ഥം. ദെൻ ആ കാലാവധി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് തിരിച്ചേൽപ്പിക്കുകയും വേണം, ലെസ്സർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. Then the ownership of the leased asset remains with the lessor along with all risk pertaining to ownership. അപ്പോൾ ഒരു ഓണർഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ ഉത്തരവാദിത്തമാണോ ഓണർക്കുള്ളത് ആ ഉത്തരവാദിത്തം ഒക്കെ ലെസ്സർക്ക് ആയിരിക്കും. ലെസ്സിക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഓണർഷിപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ റിസ്ക്കും ഓണറുടെ അടുത്ത് തന്നെയാണ്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ. Then the physical possession of the asset is held on trust by the lessee, who is not liable for any loss, destruction or reduction in value of the asset unless caused by misuse or intentional negligence by the lessee. അപ്പൊ ലെസ്സർ ലെസ്സിക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് എന്താ നമ്മൾ പറയാ ഡിപ്രീസിയേഷൻ ഒക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ചു കാലം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനൊന്നും ലെസ്സി ഉത്തരവാദിയല്ല. എന്നാൽ ലെസ്സിയുടെ ശ്രദ്ധക്കുറവ് മൂലമാണ്, അയാളത് മിസ്യൂസ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ നെഗ്ലിജൻസ് മൂലമാണ് പ്രോഡക്റ്റിന്റെ വില കുറഞ്ഞത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡാമേജ് ആയത് എങ്കിൽ ലെസ്സി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ലോസ്. ഓക്കെ. ഇനി ബേസിക് റൂൾസ് ഓഫ് ലീസിംഗ്. ലീസിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള റൂൾ, ഒരു 10ഓളം റൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് whereby the owner of an asset transfers its usufruct to another one for an agreed period at an agreed consideration. അപ്പൊ ഇതൊരു കോൺട്രാക്ട് ആണ്. ലീസിംഗിന്റെ ബേസിക് റൂളിൽ ഒന്നാണ് ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ലെസ്സർ ആൻഡ് ലെസ്സി. ഇവിടെ ലെസ്സർ transfers the usufruct to the lessee at an agreed period at an agreed consideration. ഒരു നിശ്ചിത കാലാവധിക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്, അതിന് പകരമായിട്ട് ഒരു റെന്റ് തിരിച്ചു കൊടുക്കുകയും വേണം. Then the subject of the lease must have a valuable use. എന്തെങ്കിലും സാധനം ഒന്നും ലീസ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇജാറ വഴി കൊടുക്കാൻ കഴിയില്ല. ഈ കൊടുക്കുന്ന പ്രോഡക്റ്റ് കാരണം ലെസ്സിക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗപ്പെടണം, എന്നാൽ മാത്രമേ അത് ലീസിംഗ് അല്ലെങ്കിൽ ഇജാറ എന്ന ഗണത്തിൽ വരുള്ളൂ. Then the ownership of the leased asset remains with the lessor. Only its usufruct is transferred to the lessor. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഇൻ കേസ് ഓഫ് ലീസിംഗ്. നാലാമത്തെ റൂളാണ് as the ownership is vested with the lessor, the liability also borne by the lessor. But the liability is referable to the use of property shall be borne by the lessee. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എല്ലാ ഉത്തരവാദിത്വവും ലെസ്സറുടെ അടുത്ത് തന്നെയാണ്. ലെസ്സി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് വേണ്ട മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ലെസ്സിയാണ്. അയാൾക്ക് വേണ്ട രൂപത്തിൽ, ഉപയോഗപ്രദമായ രൂപത്തിൽ അതിനെ അയാൾക്ക് മെയിൻ്റനൻസിലൊക്കെ നടത്താം. Then the period of the lease must be specified. എത്ര കാലത്തേക്കാണ് ഈ ലീസിംഗ് കോൺട്രാക്ട് ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ടും വ്യക്തമാക്കിയിരിക്കണം, എഗ്രിമെന്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. Then the lessee cannot use the leased asset
ഫോർ എനി പർപ്പസ് അതർ ദാൻ സ്പെസിഫൈഡ് ഇൻ അഗ്രിമെന്റ്. ഇപ്പൊ ഇയാളിത് ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾക്ക് ലെസ്സിക്ക് പ്രോഡക്റ്റ് കൊടുത്തു, അത് ലെസ്സിയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരാളൊരു വാഹനം കൊടുത്തു, അയാൾ ആ വാഹനം പിന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഈ ലീസിങ് അനുസരിച്ച് ലെസ്സിക്ക് ഉപയോഗിക്കാനാണ് ആ വാഹനം കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി purpose other than specified in the agreement. Then the lessee is liable to compensate for the misuse, negligence, etc. while using the asset. എന്തെങ്കിലും നെഗ്ലിജൻസോ മിസ്യൂസോ ലെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ he is liable for compensate. Then എട്ടാമത്തെ റൂൾ പറയുന്നത് a property jointly owned and leased out, the rent shall be distributed between them based on their shares in that asset. അറിയുന്നതാണ്. ലീസിങ്ങിൽ നമ്മൾ ഈ ഓണർഷിപ്പ് ജോയിന്റ് ഓണർഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ലീസിങ് കോൺട്രാക്റ്റിലൂടെ കിട്ടിയിട്ടുള്ള ഇൻകം എത്ര ഓണർമാരുണ്ടോ അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കും. അവരുടെ അസറ്റിൽ എത്രയാണോ ഓരോരുത്തർക്കുള്ള ഷെയർ ആ റേഷ്യോയിലാണ് എടുക്കുക. Then the rental must be determined at the time of contract for the whole period of lease. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ലീസ് റെന്റലിൽ വ്യത്യാസം വരുത്താനുള്ള അധികാരം ഇല്ല. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? ആ സമയത്താണ് ഇതിന്റെ റെന്റ് തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരേ റെന്റ് ആവാം, അല്ലെങ്കിൽ ഓരോ വർഷവും എത്രയാണ് റെന്റ് എന്നത് ഇപ്പോഴേ ഫിക്സ് ചെയ്യാം. പിന്നീട് എഗ്രിമെന്റിന്റെ സമയം കഴിഞ്ഞ് പിന്നെ മാറ്റം വരുത്താൻ അവിടെ പെർമിഷൻ ഇല്ല. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് the lease period shall commence from the date on which the leased asset has been delivered to the lessee. ലീസ് പീരിയഡ് തുടങ്ങുന്നത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് ആ ലീസ്ഡ് അസറ്റ് എപ്പോഴാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ലീസ് പീരിയഡ് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു 6 മാസം മുമ്പ് നിങ്ങളൊന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. എപ്പോഴാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ സമയം മുതൽ ലീസ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യും. ദീസ് ആർ ദി ബേസിക് റൂൾസ് ഓഫ് ലീസിംഗ്. അപ്പോൾ ഇനി ലീസിംഗ് ആസ് എ മോഡ് ഓഫ് ഫിനാൻസിങ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലീസിംഗ് എന്നുള്ളത് ഒരു മോഡ് ഓഫ് ഫിനാൻസിങ് ആണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ എനിക്കൊരു പ്രോപ്പർട്ടി, ഒരു അസറ്റ് ആവശ്യമുണ്ട്, ഒരു മെഷീനറി ആവശ്യമുണ്ട്. ആ മെഷീനറി ഉപയോഗിച്ചിട്ട് എനിക്ക് കുറച്ച് എന്തെങ്കിലും എൻ്റെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടത്താനാണ് വിചാരിക്കുക. പക്ഷെ എൻ്റെ കയ്യിൽ ആ മെഷീനറി ഇല്ല. ആ മെഷീനറിക്ക് ഒരു 20 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എനിക്ക് 20 ലക്ഷം ഒറ്റയടിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്കിനെ സമീപിച്ച് നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഈ ബാങ്ക് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങി നമുക്ക് ലീസിന് തരും. അതാണ് ഇവിടെ മോഡ് ഓഫ് ഫിനാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ലോൺ എമൗണ്ട് തരുന്നതിന് പകരം ഒരു ലോൺ പോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ശരിക്കും ലീസിങ്ങിലൂടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആകുന്നത്. സോ ലൈക്ക് ദി മുറാബഹ, ഇജാറ വാസ് നോട്ട് ഒറിജിനലി എ മോഡ് ഓഫ് ഫിനാൻസിങ്. It is simply a transaction meant to transfer the usufruct of a property from one person to another for an agreed period against an agreed consideration. അപ്പൊ നമ്മൾ മുറാബയിലും പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ബാങ്ക് വാങ്ങുന്നു, നമുക്ക് തരുന്നു, നമ്മൾ റെന്റ് കൊടുക്കുന്നു. പക്ഷേ ഇതിന്റെ മുറാബയുടെ കാലാവധി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് നമ്മുടെ പേരിലായിട്ടുണ്ടാവും, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ലീസിങ്ങിൽ അങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. കാരണം പ്രോഡക്റ്റ് ഇയാൾക്ക് കൊടുക്കുന്നില്ല. അതിൽ ആ പ്രോഡക്റ്റിന്റെ ഉപയോഗം, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മാത്രമാണ്, യൂസ് എഫക്ട് മാത്രമാണ് കൊടുക്കുന്നത്. പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും ഫിനാൻസിയറുടെ ഓണർഷിപ്പിൽ തന്നെയാണ് ഉണ്ടാവുക. However, certain financial institutions have adopted leasing as a mode of financing instead of long-term lending on basis of interest. This kind of lease is generally known as financial lease, as distinguished from the operating lease, and many basic features of actual leasing transaction have been dispensed with therein. എന്നാൽ ചില കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലീസ് പീരീഡ് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഓണർഷിപ്പ് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ 20-25 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കേസിലാണ് ഈ ലോങ് ടേം ലീസിങ് അഥവാ ഫിനാൻഷ്യൽ ലീസ് എന്നുള്ളതിൽ നമ്മൾ എത്തുക.
എന്നാൽ 1-2 വർഷത്തേക്കാണ് എന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാറില്ല. എന്നാൽ മുറാബഹയിൽ 2 വർഷമാണെങ്കിലൊക്കെ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ലീസിങ്ങും ഓപ്പറേഷൻ ലീസിങ്ങും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസിങ്ങും വ്യത്യാസവും. Leasing is well known in the West as a mode of finance. There are many reasons why an agent will opt for leasing rather than borrowing from the bank to purchase the needed asset. അപ്പോൾ സാധാരണത്തെ പോലെ ബാങ്കിൽ നിന്ന് പണം കിട്ടുന്നതിന് പകരം പല ആളുകളും ഇപ്പോൾ ലീസിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഈസിയർ ടു ലീസ് ദെൻ ബോറോ ഫോർ ഷോർട്ട് ടേം നീഡ്സ് സിൻസ് ഇറ്റ് മോസ്റ്റ്ലി ഡു നോട്ട് റിക്വയർ ക്രെഡിറ്റ് ഇവാലുവേഷൻ. അപ്പൊ ലീസിംഗ് എന്നുള്ളത് നമുക്ക് ലോൺ കിട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ അവൈലബിൾ ആവുന്ന ഒന്നാണ് ലീസിംഗ്. അതാണ് ഒരു കാരണം. രണ്ടാമത്തത്, ഇറ്റ് ഗിവ്സ് മോർ ഫ്രീഡം ഓഫ് ചേഞ്ചിങ് എക്യുപ്മെന്റ് ആസ് ടെക്നോളജി അഡ്വാൻസ്. അപ്പൊ നമ്മളൊരു ഒരുപാട് പണം മുടക്കി ഒരു അസറ്റ് വാങ്ങിയിട്ട് ആ ടെക്നോളജി മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ മെഷീനറി വീണ്ടും വാങ്ങേണ്ടി വരും. എന്നാൽ ലീസിംഗ് ആണ് എന്നുണ്ടാകുമ്പോൾ നമ്മൾ എത്ര വർഷമാണ്, ആ വർഷത്തെ റെന്റ് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് ആരടുത്താണ് കിട്ടുന്നത് അയാളുടെ അടുത്ത് വാങ്ങാനും പറ്റും. അതുപോലെ മറ്റൊന്നാണ്, ഇറ്റ് ഈസ് ഈസിയർ ടു ഗെറ്റ് ഫിനാൻസ് ത്രൂ ലീസിംഗ് ഫോർ കമ്പനീസ് വിത്ത് ലോവർ ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ്. പൊതുവെ ലോൺ എമൗണ്ട് നമ്മൾ വാങ്ങുന്നതിനേക്കാളും ലോവർ ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ആണ് ശരിക്കും ലീസിങ്ങിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ലോണ് ബോറോവിങ് നടത്തേണ്ടത് ഇല്ല. ബോറോവിങ്ങിന് ഹൈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയും വേണം. Then last one, in many cases leasing can be advantageous from taxing point of view. These advantages may accrue to lessee and sometimes to the lessor since equipment lease remains the ownership of the lessor and hence can be counted from tax point of view and investment. അപ്പോൾ നമ്മൾ ലീസിംഗിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ റെന്റ് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ആ മെഷീൻ വാങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റാണ്. നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻസ് ഒക്കെ വരിക. ഓക്കെ, മറ്റൊന്ന് ഇനി ലീസിംഗിന്റെ ടൈപ്സ് ആണ്. എക്സ്ക്യൂസ് മീ, നമ്മൾ പറയുന്നത് ലീസിംഗിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് ലീസിംഗ്. ലീസിംഗ് പല വിധത്തിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ ലീസ്. അതിന് പറയുന്ന മറ്റു പേരുകളാണ് ക്യാപിറ്റൽ ലീസ് അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് ലീസ് എന്നൊക്കെ. എന്താണ് ഫിനാൻഷ്യൽ ലീസ്? Extend or most of the estimated economic life of the asset and cannot be cancelled or can be cancelled only if the lessor is reimbursed for any loss. Financial leases are the source of financing and it is borrowing money. The lessee assumes a binding obligation to make the payments specified in the lease contract. He could have borrowed the full purchase price of the asset by accepting binding obligation to make interest payment to the lender. Cash flow sequences of leasing and borrowing are similar. ഫിനാൻഷ്യൽ ലീസ് സാധാരണ കേസിൽ ലോങ് ടേം ലീസാണ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങുന്നതിന് പകരം ബാങ്ക് അത് വാങ്ങിയിട്ട് നമുക്ക് തരുന്നു. അപ്പൊ അത്രയും വലിയ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലില്ല. അപ്പൊ അത് ശരിക്കും നമുക്ക് ലോൺ എമൗണ്ട് തരുമ്പോൾ നമ്മൾ അതിന്റെ തിരിച്ചടവ് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഈ ഫിനാൻഷ്യൽ ലീസിംഗിൽ ഉണ്ടാവുക. വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ ലീസ്. എന്നാൽ രണ്ടാമത്തേതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് പൊതുവെ ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം ആൻഡ് ക്യാൻസലബിൾ. ഫിനാൻഷ്യൽ ലീസിംഗ് ക്യാൻസലബിൾ അല്ല. ഇനി അതല്ല, നമ്മൾ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിന്റെ അഗ്രിമെന്റിൽ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അല്ലാത്ത കേസിൽ ജനറൽ കേസിൽ ക്യാൻസലബിൾ കോൺട്രാക്ട് അല്ല ഫിനാൻഷ്യൽ ലീസിംഗ് എന്നുള്ളത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിംഗ് ഈസ് ഓൾവേസ് എ ഷോർട്ട് ടേം കോൺട്രാക്ട്
and is cancelable during the contract period at the option of lessee. Unilateral ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. Then third one ആണ് full service or rental lease. Full service lease or rental lease. The lessor promises to maintain and insure the equipment and to pay any property tax due on it. In a net lease, the lessee agreed to maintain the asset, then insure it, and pay property tax. Most financial leases are net leases. അപ്പോൾ ഫുൾ സർവീസ് ലീസ് അല്ലെങ്കിൽ റെന്റൽ ലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്ത് സർവീസ് വരികയാണെങ്കിലും അതിന്റെ ഇൻഷുറൻസ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും അതൊക്കെ ലെസ്സർ മീറ്റ് ചെയ്യും. ലെസ് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണം. ലെസ് അത് യൂസ് ചെയ്യുന്നു, അതിനുള്ള റെന്റ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നു. അതിന്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് വരികയാണെങ്കിൽ ആ മെയിൻ്റനൻസ് ഒക്കെ ലെസ്സർ ഏറ്റെടുക്കും. എന്നാൽ മറ്റൊന്നാണ് നെറ്റ് ലീസ്. നെറ്റ് ലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ടാക്സ്, ഇൻഷുർ, മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ലെസ്സിയാണ് ഏറ്റെടുക്കുക എന്നർത്ഥം. ഓക്കെ, ഇനി നാലാമത്തെ ലീസിംഗ് ആണ് ഡയറക്റ്റ് ലീസ്. Here, the user identifies the asset and arranges with leasing company to buy it from manufacturer and lease it. ഇവിടെ ഡയറക്റ്റ് ലീസ് എന്ന് പറഞ്ഞാൽ ലെസ്സി എന്ത് ചെയ്യും, ഈ അസറ്റ് എവിടെയാണുള്ളത്, എങ്ങനത്തെ വേണ്ടതെന്നൊക്കെ മാനുഫാക്ചറോട് അല്ലെങ്കിൽ ഫിനാൻസറോട് കമ്പനിയോട് പറയും. എന്നിട്ട് ഈ യൂസർക്ക് ലെസ്സിക്ക് ആവശ്യമായ രൂപത്തിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയോ വാങ്ങി കൊടുക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ലീസിംഗ് ആണ് ഡയറക്റ്റ് ലീസ്. മറ്റൊന്നാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് arrangement. The firms sell an asset it already owns, leases it back from the buyer. Common in real estate. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനം അതിൻ്റെ ഓണർഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കും. അപ്പൊ ചിലപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് കുറവായതുകൊണ്ടായിരിക്കും ആ പ്രോപ്പർട്ടി വിൽക്കും. എന്നിട്ട് ആരാണ് ആ പ്രോപ്പർട്ടി വാങ്ങിയത് അയാളുടെ അടുത്ത് നിന്ന് തന്നെ തിരിച്ച് ലീസിന് വാങ്ങും. ഇപ്പൊ 50 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ഈ 50 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി വിറ്റു. എന്നിട്ട് ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ റെന്റ് എന്ന് അസ്യൂം ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ വർഷവും 1 ലക്ഷം അടച്ചുകൊണ്ടേയിരിക്കും. ഇത് സാധാരണ കാണുന്നത് റിയൽ എസ്റ്റേറ്റിലാണ് എന്ന് മാത്രം. ഓക്കെ, അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെന്റ്. ലാസ്റ്റ് വൺ, ലിവറേജ്ഡ് ലീസ്. There are financial leases in which the lessor borrows part of the purchase price of leased asset using the lease contract as security for the loan. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലിവറേജ്ഡ് ലീസ് എന്ന് പറഞ്ഞാൽ പകുതി പണം നമ്മൾ ലീസ് റെന്റ് ആയിട്ട് ഫിനാൻഷ്യൽ ലീസ് തന്നെയാണ്. പകുതി പണം നമ്മൾ ഫുൾ ആയിട്ട് കൊടുക്കും, ബാക്കി പകുതി നമ്മൾ എന്ത് ചെയ്യും, ഒരു റെന്റൽ ബേസിസിലാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയുള്ളതിനാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ലീസസ്. ഇനി വേറൊരു തരത്തിലുള്ള ലീസിംഗ് ആണ് പെർമനന്റ് ലീസ്. പെർമനന്റ് ലീസ്, any lease which is extended beyond the 2-year or 5-year period automatically becomes a permanent lease. This means the lease has no automatic termination period. 5 വർഷം അല്ലെങ്കിൽ 2 വർഷം, സാധാരണ കേസിൽ 5 വർഷമാണ് പറയാറുള്ളത്. 5 വർഷത്തിൽ കൂടുതൽ പീരീഡിലേക്ക് നമ്മൾ ലീസിംഗ് ഒരു അസറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുക പെർമനന്റ് ലീസ് എന്നാണ്. പെർമനന്റ് ലീസ് എന്നാണ് ഞാൻ പറയുക. അപ്പൊ അവിടെ സാധാ കേസിൽ എന്തില്ല, ടെർമിനേഷൻ പീരീഡ് സ്പെസിഫൈ ചെയ്യാറില്ല. 5 വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. Then the tenant or lessee may choose to end the lease early for any reason as long as he or she gives proper notice to the landlord. അപ്പൊ നമ്മളൊരു 10-12 വർഷമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇനി ലെസ്സിക്ക് തീരുമാനിക്കും ഇനി ഇത്ര മതി, നമ്മൾ വേറെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറെ അസറ്റ് ഉപയോഗിക്കാമെന്ന് ലെസ്സിക്ക് തോന്നുകയാണെങ്കിൽ ഒരു നോട്ടീസ് മുൻകൂറായിട്ട് നോട്ടീസ് കൊടുത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ. On the other hand, the landlord must meet statutory reasons to end a permanent lease and need approval from a judge to do so if the tenant does not agree. ഇനി ഈ
ലാൻഡ് ലോഡിന് വേണമെങ്കിൽ നിയമത്തിന്റെ സപ്പോർട്ട് ചെയ്യാം. എന്തിന്? ഇപ്പൊ നേരത്തെ പറഞ്ഞു ലസ്സി ഒരു നോട്ടീസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. ലാൻഡ് ലോഡിന് അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ലാൻഡ് ലോഡ് എന്ത് ചെയ്യണം? ഒരു ഇതിന് നിയമപരമായിട്ട് കാരണം കാണിക്കണം. എന്തുകൊണ്ടാണ് പെർമനന്റ് ലീസ് സ്റ്റോപ്പ് ചെയ്യുന്നത്? കൃത്യമായിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയമത്തിന്റെ സപ്പോർട്ടോട് കൂടി ജഡ്ജിയുടെ അപ്രൂവലോട് കൂടി മാത്രമേ നമുക്ക് പെർമനന്റ് ലീസ് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലസ്സിയുടെ സമ്മതം വാങ്ങിയാൽ മതി. ലസ്സിയുടെ സമ്മതം ഇല്ല എങ്കിലാണ് സ്റ്റാറ്റ്യൂട്ടറി റീസണിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി വേറൊരു ടേമാണ് ഇജാറ വ ഇക്തിന. ഇജാറ വ ഇക്തിന. In an ijara wa iktina contract, the lessee approaches a bank or any other financial institution with a request to lease a particular asset or property. With this understanding in place, the lessor buys that asset or that particular piece of property and enters into a leasing contract with the lessee that specifies the amount and interval of rental payment to be made by the latter. അപ്പൊ ഇജാറ വൈക്തിന എന്ന് പറഞ്ഞാൽ സാധാരണ ഇജാറ തന്നെയാണ്. ഇജാറ തന്നെയാണ്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് ലീസ് ഒക്കെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിനെ സമീപിക്കുന്നു, ഒരു മുറാബഹ രൂപത്തിലൊക്കെ. അപ്പൊ നേരെ ബാങ്കിനെ സമീപിക്കുന്നു, ബാങ്കിനോട് നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നു, ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്നു, ആ പ്രോപ്പർട്ടി വാങ്ങുന്നു. എന്നിട്ട് നമ്മളൊരു അഗ്രിമെന്റിൽ ഏർപ്പെടുക. ഓക്കെ, ദെൻ ഈ അസറ്റ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ലീസിന് ബാങ്ക് തരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ റെന്റ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രയാണ്, 6 മാസത്തിലൊരിക്കലാണോ, വർഷത്തിലാണോ, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ആണോ എന്നൊക്കെ ബാങ്ക് ആ അഗ്രിമെന്റിൽ ഉണ്ടാവും. ഓക്കെ, എത്ര രൂപയാണ് റെന്റ് എന്നല്ല. അങ്ങനെയുള്ളതിനെയാണ് ഇജാറ വ ഇക്തിന എന്ന് പറയും. ഈ ഇജാറ വ ഇക്തിന എന്നുള്ള കേസിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളിൽ ഒന്നാണ്, the right of ownership of asset remains with the lessor. So the obligation to bear the risk is associated with the ownership right. The lessee makes the first rental payment on the day he receives the asset, or the right to use the property specified in the contract. In this respect, the ijara wa iktina is not much different from other forms of ijara contract. അപ്പൊ ഈ പറയുന്ന ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, ബാങ്ക് വാങ്ങുന്നു, ബാങ്കിൽ നിന്നും വീണ്ടും നമ്മൾ ലീസിന് എടുക്കുന്നു. ആ ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും മറ്റ് ഇജാറയുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഓണർഷിപ്പ് ബാങ്കിനാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ലയബിലിറ്റീസും ബാങ്കിന് തന്നെയാണ് വരിക. റെന്റ് കൃത്യമായിട്ടുള്ള പീരിയഡിൽ അടക്കണം. ലീസിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണോ ഈ പ്രോഡക്റ്റ് നമ്മൾ ഡെലിവേർഡ് ചെയ്യുന്നത്, ആ സമയം മുതൽ ലീസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ദെൻ ഇജാറ വ ഇക്തിന കോൺട്രാക്ട് റെസ്റ്റ് ഓൺ 3 കണ്ടീഷൻ. ഇജാറ വ ഇക്തിന എന്ന കോൺട്രാക്റ്റിന് പ്രധാനമായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത്, the lease and the transfer of ownership of the asset or the property should be recorded in a separate document. ഈ ലീസ് പീരീഡിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി ഇയാൾക്ക് ലീസിന് കൊടുത്തു, ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ അത് അയാളുടെ ഓണർഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഈ അഗ്രിമെന്റിന്റെ ഇടയിൽ കാണിക്കാൻ പാടില്ല. The promise of transfer of ownership should not be a precondition to be signing on the leasing contract. അപ്പോൾ ഈ അഗ്രിമെന്റിൽ കാണിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണമാണ് രണ്ടാമത്തെ കണ്ടീഷൻ. നമ്മൾ ഇത് നിങ്ങളുടെ ഓണർഷിപ്പിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ലീസിംഗ് കോൺട്രാക്റ്റിന് തയ്യാറുള്ളൂ എന്ന കണ്ടീഷൻ വെക്കാൻ പാടില്ല. മൂന്നാമത്തത്, the promise to transfer the ownership should be unilateral and should be binding on the lessor. അപ്പൊ അതൊക്കെ കഴിഞ്ഞത് ലെസ്സർ മാത്രമാണ്. ലെസ്സർ ലെസ്സിക്ക് കൊടുക്കേണ്ട പ്രോമിസ് ആണ്. അല്ലാതെ എന്ത് വേണ്ട, ലെസ്സി ഞാൻ എന്തായാലും വാങ്ങിക്കോളാം എന്ന് അഗ്രി ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇതാണ് അവിടെ കണ്ടീഷൻ. അപ്പൊ ഒന്ന് സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആക്കണം. രണ്ടാമത്തത്, ഇത് വാങ്ങണം എന്നുള്ളത് ഒരു ലീസിങ്ങിനുള്ള പ്രീ കണ്ടീഷനായി പറയാൻ പാടില്ല. മൂന്നാമത്തത്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് അല്ല ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന്.
എന്താണ് ഇജാറ വൈക്തിനയിൽ നിന്നുള്ള ബെനിഫിറ്റ്സ്? ഒന്ന്, medium and large scale business owners to ensure benefits from using asset. നമ്മൾ സാധാരണ കേസിൽ ചെറുകിട കച്ചവടക്കാരുടെ കയ്യിൽ വലിയ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെനിഫിഷ്യലായ ഒന്നാണ് ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ട്. രണ്ടാമത്, സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇജാറ ഇഖ്തിനാർ കോൺട്രാക്ട് എസ്പെഷ്യലി അപ്പീൽസ് ടു ബിസിനസ് ഓണേഴ്സ് who presently have need of piece of expensive equipment but do not wish to buy because അപ്പോൾ സാധാരണ കേസിൽ നമ്മളിത് വാങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള കാരണം ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇജാറ ബൈ ഇഖ്തിനാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. മറ്റൊന്നാണ്, ദ ഓപ്ഷൻ ഓഫ് ബീങ് ഏബിൾ ടു ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഓഫ് ആൻ അസറ്റ് ഈസ് ഓൾസോ ബെനിഫിഷ്യൽ ഫോർ ദി ലെസർ ബിക്കോസ് it means that it is not saddled with the responsibility of owning an asset at the end of leasing period. അപ്പോൾ എന്താണെങ്കിലും കാലാവധി ലീസ് പീരീഡ് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഇജാറ ബൈ ഇഖ്തിനാർ അനുസരിച്ച് നമ്മളിത് അയാൾക്ക് വിൽക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കാലാകാലം ഇതിന്റെ ഓണർഷിപ്പ് എവിടെ തന്നെ ആവണമെന്നില്ല, ഫിനാൻഷ്യറുടെ അടുത്താവണമെന്നില്ല. നാലാമതായിട്ട്, the lessor gets to realize the entire purchase price of the asset. Lessor also benefits from entering into ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ട്. അപ്പോൾ ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ട് നമ്മൾ റെന്റ് ആണ് വാങ്ങുന്നത് എങ്കിലും അതിന്റെ ഫുൾ പ്രൈസും നമുക്ക് ഈ റെന്റൽ ബേസിസിലൂടെ ഫുൾ കോസ്റ്റ് നമുക്ക് ഈടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. Then last one, the simplicity and transparency of financial transaction benefits to be realized by both the lessor and lessee are the reason why ഇജാറ ബൈ ഇഖ്തിനാർ contract is one of the most favored among all forms of ഇജാറ. അപ്പൊ ഈ ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ട് അത്രയും സിമ്പിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, സംശയത്തിന് ഇവിടെ ഒരു യാതൊരു ഇടയും ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഇതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക ആളുകളും ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ടിന് തയ്യാറുമാണ്. So these all are about ഇജാറ ബൈ ഇഖ്തിനാർ കോൺട്രാക്ട്. ഇനി മറ്റൊന്നാണ് സെക്യൂരിറ്റൈസേഷൻ. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഇജാറ. സാധാരണ സെക്യൂരിറ്റൈസേഷൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടിലാണ്, ആ ഭാഗങ്ങളിൽ പഠിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ആയതുകൊണ്ടാണ് സെക്യൂരിറ്റൈസേഷൻ വരുന്നത്. അപ്പൊ ഇതിനെ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഷെയർ ആക്കി മാറ്റുക എന്നർത്ഥം. ഇജാറ കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ സെക്യൂരിറ്റി ആക്കി മാറ്റും. ഓക്കെ, നോക്കാം. The arrangement of Ijara has a good potential of securitization, which may help create a secondary market for the financiers on the basis of Ijara. അപ്പൊ ഇജാറയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക. Sell the asset in whole or in part to a third party who may purchase it and may replace the seller in the rights and obligations of the lessor with regard to purchase part of the asset. അപ്പോൾ നമ്മളൊരു വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി, അപ്പൊ നമ്മൾക്ക് ഇത് പൂർണ്ണമായിട്ട് വിൽക്കാനും തയ്യാറല്ല, എന്നാൽ നമുക്ക് കുറച്ച് ഭാഗം വേറൊരാളായിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെക്യൂരിറ്റൈസ് ചെയ്യാം. അപ്പൊ ഒരാളും കൂടെ, ഒരു പാർട്ണറും കൂടെ നമുക്ക് ഉണ്ടാവും ഇതേ പ്രോപ്പർട്ടി. നമ്മൾ ഈ ഇജാറ കോൺട്രാക്ട് ഏത് പ്രോപ്പർട്ടി ആണോ ഇജാറ കോൺട്രാക്ട് നടത്തുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടാവും എന്ന് മാത്രം. അപ്പൊ ഈ റെന്റൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കുള്ള അതേ ഒബ്ലിഗേഷൻസ് അയാൾ ഈ പ്രോപ്പർട്ടിയുടെ എത്ര ശതമാനം ഓണർഷിപ്പ് ആണ് എടുക്കുന്നത് അത്രയും ശതമാനം ഭാഗത്തിനുള്ള റെസ്പോൺസിബിലിറ്റിയും ആ പുതിയ പാർട്ണർക്ക് അല്ലെങ്കിൽ ഓണർക്കാണ് ഉണ്ടാവുക. So therefore, if the lessor after entering into Ijara wishes to recover his cost of purchase of the asset with a profit thereon, he can sell the leased asset wholly or partly, either to one party or to a number of individuals. In the later case, the purchase of proportion of the asset by each individual may be evidenced by a certificate which may be called Ijara certificate. നമ്മൾ സാധാരണ ഒരു കമ്പനിയുടെ ഷെയർ എടുക്കുമ്പോൾ എത്ര ഷെയറാണ് നമ്മൾ എടുത്തത് ആ ഷെയറിന് നമ്മൾക്ക് ഒരു രേഖ അവൈലബിൾ ആണ്, അതിനെ നമ്മൾ പറയുന്നതാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ ഈ ഇജാറ പ്രോപ്പർട്ടി നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒന്നിലധികം ആൾക്ക് ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ
ഓരോരുത്തരുടെ പ്രപ്പോർഷൻ ഷെയർ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്രൂഫ് ഉണ്ടാവും, എവിഡൻസ് ഉണ്ടാവും, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റിനെ പറയുന്ന പേരാണ് ഇജാറ സർട്ടിഫിക്കറ്റ്. This certificate will represent the holder's proportionate ownership in the leased asset, and he will assume the rights and obligations of the lessor to that extent, since the asset is already leased to the lessee. Then lease will continue with the new owners. Each one of the holders of the certificate will have the right to enjoy a part of the rent according to his proportion of ownership in the asset. അപ്പോൾ നമ്മൾ ഇപ്പൊ നിലവിൽ ഈ ലീസിന് അസറ്റ് ആർക്കാണോ നമ്മൾ വിൽക്കുന്നത്, ഈ എല്ലാ ഒബ്ലിഗേഷനും അയാൾക്കുള്ളതാണ്. ആ എത്രയാണോ അയാളുടെ പ്രപ്പോർഷൻ, അതിനുള്ള ബെനിഫിറ്റും അതിനുള്ള ലാഭ്യം അയാൾക്കുണ്ട്. ഇനി സപ്പോസ് നമ്മളിപ്പോ ഈ വിൽക്കുന്നത് ഓൾറെഡി നമ്മൾ ലീസിന് കൊടുത്തു. അപ്പൊ ഓണർ നമ്മൾ തന്നെയാണ്, ലെസർ തന്നെയാണ് ഓണർ. ലെസ്സി വേറൊരാളാണ്, അയാൾക്ക് നമ്മൾ ലീസ് കൊടുത്തു. ഈ ലെസറായ നമ്മൾ വീണ്ടും നമുക്ക് ഇനി ഇത് വിൽക്കാം, നമ്മുടെ ഓണർഷിപ്പിൽ ഉള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലെസ്സിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും നേരെ ബാക്കി ആരൊക്കെയാണ് ഇത് ഏറ്റെടുത്തത് ആ എല്ലാ ലെസേഴ്സും These certificates, being an evidence of ownership in tangible asset, can be negotiated and traded in freely in the market and can serve as instrument easily convertible into cash. Thus, they may help in solving problems of liquidity management faced by Islamic banks and financial institutions. നമ്മൾക്കിപ്പോൾ നമ്മൾ ഷെയർ വാങ്ങി, ആ ഷെയറിന് നമുക്ക് പണച്ചെലവുണ്ട്. സാധാരണ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ ഷെയർ വാങ്ങിയിട്ട് ആ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിച്ച് അത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഇജാറ സർട്ടിഫിക്കറ്റിന് ലിക്വിഡിറ്റി ഉണ്ട്, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടബിൾ ഇൻടു ക്യാഷ് എന്ന് പറയുന്നത്. സോ ദീസ് അബൌട്ട് ദി ഇജാറ. ഇനി ഒരു ടേമാണ് ഹെഡ് ലീസ്. എന്താണ് ഹെഡ് ലീസ് എന്ന് പറയുന്നത്? A head lease is a primary lease that is signed between a tenant and a property manager. The tenant or head lease is contractually responsible for the terms of the lease, and in most lease agreements they have the ability to sublease the space if they so wish. അപ്പൊ ഈ ഹെഡ് ലീസ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലീസാണ്. ആ പ്രൈമറി ലീസ് അനുസരിച്ച് അത് സാധാ ലീസിങ്, ഒരാൾ അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇനി ഇവർക്ക് സമ്മതമാണെങ്കിൽ നമ്മളിത് വീണ്ടും സബിന് കൊടുക്കും. ഇപ്പൊ നമ്മൾ സാധാരണ കോൺട്രാക്ട് എടുക്കുമ്പോൾ സമയത്ത് വലിയ വലിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ റോഡ് കൺസ്ട്രക്ഷനോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരാള് അല്ലെങ്കിൽ ഒരു ടീം എടുക്കും, കോൺട്രാക്ട് എടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുവരെ കോൺട്രാക്ട് മറിച്ചു വിൽക്കുക അല്ലെങ്കിൽ മറിച്ചു വെക്കുക, മറ്റാൾക്ക് ഇത് സബിന് കൊടുക്കും, അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ ആദ്യത്തെ കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് ഹെഡ് ലീസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അതിന്റെ രണ്ടാമത്തെ കോൺട്രാക്റ്റിനെ പറയുന്ന പേര് സബ് ലീസ്, അതായത് സബ് കോൺട്രാക്ട് കൊടുക്കുക എന്ന് പറയും. ഇത് സബ് ആണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എ സബ് ലീസ് അഗ്രിമെന്റ് ഓൺ ദി അതർ ഹാൻഡ് ഈസ് എ ലീസ് അഗ്രിമെന്റ് മെയ്ഡ് ബിറ്റ്വീൻ ദി ടെനന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹെഡ് ലീസിലുള്ള ലെസ്സി ആൻഡ് എ സബ് ടെനന്റ്. അപ്പൊ ടെനന്റും സബ് ടെനന്റും തമ്മിലുള്ള ലീസിംഗ് അഗ്രിമെന്റ് ആണ് സബ് ലീസ്, where some or all of the office space is leased to the subtenant, but the ultimate responsibilities for the lease remain with the tenant. അപ്പൊ ഹെഡ് ലീസിന്റെ ലീസിൽ ടെനന്റിന് എന്താണ് ഉത്തരവാദിത്വം ഉള്ളത്, അതൊക്കെ അവിടെ നിലനിൽക്കും, ഇത് സബ് ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാണ്. ഇനി അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ യൂസസ് ഓഫ് ഇജാറ, ഇജാറയുടെ ലാസ്റ്റ് പാർട്ടാണ്. Uses of Ijara. One of the most important benefits of Ijara for lessee is that allowing 100% financing. ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം ലെസ്സിക്ക് 100% ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഇജാറയുടെ ഏറ്റവും വലിയ ഗുണം. As Ijara implies borrowing without interest, the lessee's capital become conserved on other front as well. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോൺ എടുക്കുന്നതിന് പകരം
ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാപിറ്റലാണ് കിട്ടുന്നത്. And third one, the lessee gets to enjoy the right to use the assets specified in the contract. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും ആ അസറ്റ്, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ലെസ്സിക്ക് കിട്ടുന്നു എന്നുള്ളതും ഇജാറയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ്. Then, as the mode of financing is not treated as debt financing, it does not get reflected as a liability in the lessee's balance sheet. ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടി, ഈ പ്രോപ്പർട്ടി നമ്മളാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ ലാബിലിറ്റി ഒന്നും നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ ഇതിന് റെന്റ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റീസ് ആയിട്ട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. The next one, അഞ്ചാമത്തത്, all the payments made as part of Ijara leasing agreement considered to be operating expenditure. So it is fully exempt from tax. നമ്മൾ ടാക്സ് കാൽക്കുലേഷൻസ് പ്രോപ്പർട്ടി വാങ്ങി അതിന് മെയിൻ്റനൻസ് ചെലവുകളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊരു ഓപ്പറേഷണൽ എക്സ്പെൻസ് ആയതുകൊണ്ട് അത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള അപ്പൊ ടാക്സേഷൻ നമുക്ക് ഏറ്റവും വലിയ ഒരു ഇളവാണ് ഈ ലീസിങ്ങിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. Then this Ijara financial agreement allows both parties to negotiate the amount of rental payment. ലെസ്സിക്കും ലെസർക്കും ഒരുപോലെ നെഗോഷിയേഷനിൽ എത്രയാണ് റെന്റ് എന്ന് ഫിക്സ് ചെയ്യുന്നത്. And last one, the Ijara mode of financial agreement is the most feasible choice when a lessee wants to rent a piece of equipment only for a short period of time. Okay. അപ്പോൾ ഒരു ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർട്ടി കുറച്ചു കാലത്തേക്കാണെങ്കിൽ അത് വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോ ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലത്തേക്കാണെങ്കിൽ അത് ലീസിന് കിട്ടുക എന്നുള്ളത് ഇറ്റ് ഈസ് ഹൈ beneficial contract from the part of lessee. So these are the uses of Ijara. Okay. അപ്പൊ ഇത്രയാണ് ഇജാറ എന്നുള്ള ഭാഗം. ഇനി കുറച്ചും കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം. ഹസൻ അഥവാ ബെനവലന്റ് ലോൺ അല്ലെങ്കിൽ ഗുഡ് ലോൺ എന്ന് പറയും. ഗുഡ് ലോൺ, നല്ല ലോൺ. നോക്കാം നമുക്ക് എന്താണ്. Qarz Hasan is a loan extended on a goodwill basis mainly for welfare purpose. Okay, അതാണ് അതിന്റെ യഥാർത്ഥ മീനിങ്. Qarz Hasan എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോൺ എക്സ്റ്റെൻഡഡ് ഓൺ ഗുഡ്വിൽ ബേസിസ്. അപ്പൊ ഒരു ഗുഡ്വിൽ ബേസിസിൽ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോണിനെയാണ് Qarz Hasan എന്ന് പറയുന്നത്. മെയിൻലി ഫോർ വെൽഫെയർ പർപ്പസ്. Okay, the borrower need only pay back the amount they borrowed with no interest. On principle, Islam does not allow interest. അപ്പൊ നമ്മള് Qarz Hasan എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തൽക്കാലത്തേക്കുള്ള ലോണാണ്. ആ ലോണിന് നമ്മൾ എന്ത് ചെയ്യണം, അധികം എമൗണ്ട് അടക്കേണ്ടതില്ല. എത്രയാണോ ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ. ഒന്ന് ഇൻട്രസ്റ്റ് നമുക്ക് അല്ലെങ്കിലും ശരിയാ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇൻട്രസ്റ്റ് അലൗഡ് അല്ല എന്നുള്ളത് വേറൊരു വിഷയം. അധികമായിട്ടുള്ള എമൗണ്ടുകൾ അടയ്ക്കേണ്ട ആവശ്യം Qarz Hasanil ഇല്ല. Then should a borrower encounter difficulty, the lender must extend the repayment time. They can voluntarily waive repayment of part of the loan or all of it. അപ്പൊ ഇവിടെ Qarz Hasan ആണ്, ഗുഡ് ലോൺ ആണ് അല്ലെങ്കിൽ ഗുഡ് ലോൺ ആണ്, നല്ല കാര്യങ്ങൾക്ക് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ലോൺ. അങ്ങനെ ലോൺ നമ്മൾ കൊടുത്തു. അപ്പൊ ഈ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ ലോൺ എടുത്ത ആൾക്ക് അത് തിരിച്ചടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗുഡ് ലോൺ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ Qarz Hasan ആയതുകൊണ്ട് തന്നെ ബാങ്ക് എന്ത് ചെയ്യും, ടൈം നീട്ടി കൊടുക്കും, കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കും. കുറച്ചു സമയം കൂടെ കഴിഞ്ഞിട്ട് റീപേയ്മെന്റ് നടത്തിയാൽ മതി എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കും. Then the Islam allows a cash loan as a form of social service among the rich to help the poor and those needing financial assistance. Qarz Hasan can be seen as something between giving charity and giving a loan. അപ്പൊ ഇസ്ലാമിൽ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുക,
ക്യാഷിനെ വിൽക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ക്യാഷ് ലാഭം കൊണ്ട് എടുക്കുക. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അനുവദിക്കുന്നില്ല. എന്നാൽ റിച്ച് ആയിട്ടുള്ള, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കൂടുതൽ പണക്കാരായ ആളുകളുടെ ഇടയിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇസ്ലാം പെർമിഷൻ കൊടുക്കുന്നുണ്ട്, ഇസ്ലാം അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് കർദ് ഹാസന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. എ ബോറോവർ മേ as a token of appreciation choose to pay an extra amount to the lender which is over the amount they borrowed. They must not promise to do so, as the only kind of loan that does not gain interest over time. It does not violate the prohibition on riba, interest, etc. അപ്പോൾ ഈ ലോൺ എടുത്ത ആള് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി പണം തിരിച്ചടക്കുമ്പോൾ മിക്ക ആളുകളും കൂടുതൽ അടയ്ക്കാറുണ്ട്, കൂടുതൽ പണം തിരിച്ചടക്കാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല, എന്നാലും അവരത് തിരിച്ചടക്കുന്നു കാണുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ ഒരിക്കലും അതൊരു ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ, റിബ പോലുള്ള രൂപത്തിലേക്ക് വരാനും പാടില്ല. നോൺ പ്രോഫിറ്റ് ഇസ്ലാമിക് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ദോസ് സെറ്റപ്പ് ബൈ ഇസ്ലാമിക് റിലീഫ് നൗ പ്രൊവൈഡ് ഇസ്ലാമിക് സോഷ്യൽ ലെൻഡിങ് അറൌണ്ട് ദി വേൾഡ്. ഓക്കെ, ഇസ്ലാമിക് മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി മറ്റൊന്നാണ്, the ijara financial agreement is the most feasible choice when a lessee wants to rent a piece of equipment only for a short period of time. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അപ്പോൾ നോൺ പ്രോഫിറ്റ് ഇസ്ലാമിക് കർദ് ഹസൻ എന്നുള്ള ഭാഗത്തുള്ള. ഇനി നെക്സ്റ്റ് വൺ രഹ്ന് അഥവാ പ്ലെഡ്ജ്. നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത്. എ ക്രെഡിറ്റർ വെദർ ഇൻഡിവിജ്വൽ ഓർ financial institution prefers to secure a loan either through personal surety or a pledge. Pledge or rent is to make a property a security എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കും, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഒന്നെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ജാമ്യം നിർത്തിയിട്ട്, അല്ലെ, നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മറ്റൊരാളെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ കഴിയും. അപ്പൊ ആ രൂപത്തിൽ പേഴ്സണൽ ഷുവറിറ്റിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഷുവറിറ്റിയോ കൊടുക്കുന്ന ആ സെക്യൂരിറ്റിയാണ് ഇവിടെ പ്ലഡ്ജ് അല്ലെങ്കിൽ രഹ്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഒക്കെ ലോൺ അവൈലബിൾ ആണെങ്കിൽ ഈ ഷുവറിറ്റി വേണം. അതിനെ പറയുന്ന പേരാണ് രഹ്ന് എന്നുള്ളത്. ആ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ആണ് നമുക്കുള്ള ഉറപ്പ്, ഇയാൾ പണം തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നമുക്കുള്ള ഉറപ്പ്, ഇന്ന ആൾ പണം അടച്ചില്ലെങ്കിൽ മറ്റേ ജാമ്യം നിന്ന ആൾ തരും, അല്ലെങ്കിൽ ഇന്ന ആൾ പണം അടച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഡോക്യുമെന്റിന്റെ വില എത്രയാണ് നമുക്ക് ഈടാക്കാൻ പറ്റും. ഓരോ ആ സെക്യൂരിറ്റിയാണ് നമ്മൾ പ്ലഡ്ജ് അല്ലെങ്കിൽ രഹ്ന് എന്ന് പറയുന്നത്. So the main law relating to pledge assets കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി കൊടുത്തൊരു പണമാണ്. ഇനി നമുക്ക് ഇതേ പ്രോപ്പർട്ടി ഈ പണം നമ്മൾ തിരിച്ചു കൊടുത്ത് അത് വാങ്ങിയിട്ട് ഇത് വെച്ച് വേറെ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു 50,000 രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു, എന്നിട്ട് നമ്മൾ 10,000 വാങ്ങി. ഇനി നമുക്കൊരു വേറൊരു 10,000 കൂടി വേണം, അതിനും നമുക്ക് ഇതേ പ്രോപ്പർട്ടി തന്നെ ആയിട്ട് പറ്റും. Then the pledge may on his own accord all the
contract. ഓക്കെ, എല്ലാ ഈ പണം തിരിച്ചടയ്ക്കുന്നവരെയുള്ള ഫുൾ കാലഘട്ടത്തിൽ നമുക്ക് ഇതേ സെക്യൂരിറ്റി തന്നെ യൂസ് ചെയ്യാനായിട്ട് സിംഗിൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും കൂടെ ഒറ്റ പ്രോപ്പർട്ടി അങ്ങനെയും വെക്കാം. ജോയിന്റ് ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരേ പ്രോപ്പർട്ടി വെച്ച് രണ്ടാൾക്ക് പണം എടുക്കും. അപ്പൊ നമുക്കൊരു 50,000 രൂപ ആണ്, 25,000 രൂപ മിസ്റ്റർ എ ആൻഡ് 25,000 രൂപ ഫോർ മിസ്റ്റർ ബി. അതിന് 50,000 രൂപ വരെ എന്നൊരു പ്രോപ്പർട്ടി നമുക്ക് കൊടുത്ത് ചെയ്യാനായിട്ട് പറ്റും എന്നാണ്. When a debt is partly paid off, it does not become necessary to return the part of the pledge equivalent in full. എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു 50,000 രൂപ നമ്മൾ ലോൺ എടുത്തു, എന്നിട്ട് 25,000 തിരിച്ചടക്കുമ്പോ ഈ പ്രോപ്പർട്ടി തിരിവാക്കി 25,000 ഞാൻ പിന്നീട് അടച്ചോളാം എന്ന് പറയുമ്പോൾ ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കേണ്ടതില്ല. ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുത്താൽ മാത്രമേ അത് തിരിച്ച് കൊടുക്കേണ്ടതുള്ളൂ. And if the pledger has destroyed or damaged nothing by he must comment. നമ്മൾ പ്രോപ്പർട്ടി കേടുപാടുകൾ ഇല്ലാതെ തിരിച്ചു തരണം. അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്ലഡ്ജർ എന്ന് പറഞ്ഞാൽ പണം തന്ന ആളാണ് അല്ലെ, അയാള് ശരിക്കും നല്ല രൂപത്തിൽ പ്രോപ്പർട്ടി സൂക്ഷിക്കാൻ ബാധ്യതനായിരുന്നു. അയാൾ ഇയാൾക്ക് ഓണർക്ക് കോമ്പൻസേറ്റ് ചെയ്തു കൊടുക്കും. And if the pledger refuses to make payment on time, the pledgee may approach court to compel the pledger to sell it to a debt. ഇനി സമയത്ത് ഇയാൾ പൈസ അടക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വിറ്റ് കിട്ടി ഇയാൾക്ക് ആവശ്യമായ പണം എടുക്കുന്നതിനുള്ള പെർമിഷൻ കോർട്ട് വഴി the wakil appoint to carry out specific job on behalf of the wakil. ഒരു ഏജൻസി കോൺട്രാക്ട് ഏജൻസിയെ സംബന്ധിച്ച് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട മറ്റൊരാൾ, നമ്മൾ ഇപ്പോ എന്റെ